ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ താരം ഏത്തപ്പഴം വെച്ചൊരു കിടില റെസിപ്പി ഉണ്ടാക്കിയാലോ. ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് റവ വറുത്ത് വെച്ചിട്ടുണ്ട്. ബദാം, പിസ്ത, മുന്തിരി അങ്ങനെ കുറച്ച് നട്ട്സ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിലക്കടല അങ്ങനെ എന്ത് വേണേലും ഇതിലേക്ക് ഇടാം. നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യിൽ മൂപ്പിച്ചെടുക്കാം. നമുക്കിനി മുന്തിരിയും ബദാമും പിസ്തായും എല്ലാം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇപ്പം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. പഴം നന്നായി ഇളക്കി കൊടുക്കണം. നമുക്ക് ഇതിൻ്റെ ഈ പച്ച ടേസ്റ്റ് അങ്ങ് മാറിയിട്ട് ഇതൊന്ന് വിളയിച്ചെടുക്കാം. നമുക്ക് നമ്മൾ നല്ലപോലെ വിളയിച്ചെടുത്തിട്ടുണ്ട് പഴം. നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആ പഞ്ചസാര കിടന്ന പഴം ഒന്ന് നല്ലതുപോലെ വിളയട്ടെ. ഇനി പഞ്ചസാരയൊക്കെ പഴത്തിൽ അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബനാന റെസിപ്പി റെഡി.